സംസ്ഥാന വനം വന്യജീവി വകുപ്പ് മന്ത്രിയുമായി കുമളി പഞ്ചായത്ത് ഭരണസമിതി കൂടിക്കാഴ്ച നടത്തി നിവേദനവും സമർപ്പിച്ചു. കുമളി ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പിന്റെ സഹകരണം ആവശ്യമാണെന്നും ഭരണസമിതി അംഗങ്ങൾ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. പ്രധാനമായും 5 ആവശ്യങ്ങളാണ് കുമളി പഞ്ചായത്ത് ഭരണസമിതി മുമ്പോട്ട് വെച്ചത്. പഞ്ചായത്തിന്റെ ഭൂവിസ്തൃതിയിൽ ഭൂരിഭാഗവും പിറ്റിആറിന്റെ പരിധിയിൽ വരുന്നതിനാൽ കുമളിയുടെ വികസനത്തിന് ആവശ്യമായ സ്ഥലം വനംവകുപ്പ് നൽകണം. ടൗണിൽ ഉപയോഗശൂന്യമായ വനംവകുപ്പിന്റെ ഇൻഫർമേഷൻ ഓഫീസ് വിട്ടുകിട്ടണം. ടൗണിലെ വെള്ളക്കെട്ടിന് കാരണമാകുന്ന കനാലിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യം വനംവകുപ്പ് എല്ലാ വർഷവും നീക്കണം. ടൗണിൽ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് അനാഥമായി കിടക്കുന്ന സ്ഥലം പഞ്ചായത്തിന്റെ വികസനത്തിന് നൽകണം. ഇതോടൊപ്പം പെരിയാർ ഫൗണ്ടേഷനിൽ നിന്നും സാമ്പത്തിക വിഹിതം വിനോദ നികുതി ഇനത്തിൽ നൽകണമെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. ആവശ്യമുന്നയിച്ച നിവേദനം പഞ്ചായത്ത് പ്രസിഡന്റ് എം വർഗീസ് മന്ത്രി എ.കെ. ശശീന്ദ്രന് കൈമാറി. വെള്ളപ്പൊക്കത്തിനും വെള്ളക്കെട്ടിനും നിദാനമായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം പെരിയാർ ടൈഗർ റിസർവിലൂടെ ഒഴുകുന്ന കനാലിൽ കാലങ്ങളായി അടിഞ്ഞുകൂടുന്ന മാലിന്യം, ആ മാലിന്യം വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അത് കുമളി ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ആ തോട് വൃത്തിയാക്കുന്ന ജോലികൾ ആരംഭിച്ച് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. ഇനി അങ്ങോട്ട് ഓരോ വർഷവും ആ കനാല് വൃത്തിയാക്കേണ്ട ചുമതല വനം വകുപ്പിനാണെന്നും വനം വകുപ്പിൻ്റെ ചിലവിൽ ആ കനാല് ഓരോ വർഷവും വൃത്തിയാക്കണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുമളിയുടെ വികസനത്തിന് ആവശ്യമായ ചർച്ചകൾ നടത്തി. ഈ കാര്യങ്ങൾ നടപ്പാക്കി കിട്ടും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലാത്ത പക്ഷം വനം വകുപ്പുമായി ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും കുമളി ഗ്രാമപഞ്ചായത്ത് തയ്യാറാവില്ല എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഈ അവസരം ഉപയോഗിച്ചു. MLA ആര്യാടൻ ഷൗക്കത്ത്, ഡെപ്യൂട്ടി ഡയറക്ടർ PU സാജു, AFD R ലക്ഷ്മി, പഞ്ചായത്ത് മെമ്പർമാരായ ബിജു ദാനിയേൽ, സന്തോഷ് ഉമ്മൻ, സിറിൽ യോഹന്നാൻ, അനസ് മുമ്പുഴിയിൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ, കുമളി.